വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 41 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് why are aldehydes are more reactive than ketones towards nucleophilic addition reaction. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ കാണിക്കുന്നത് ആൽഡിഹൈഡ്സ് ആണ് കമ്പയർഡ് ടു കീറ്റോൺസ്. ഓക്കെ, അപ്പം അതിനുള്ള റീസൺ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ അതിന് പഠിച്ചിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ട് 2 റീസൺസ് ആണുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നോക്കാം. Aldehydes have only one alkyl group whereas ketones have 2 അല്ലേ. നമ്മുടെ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ RC+OH അല്ലേ, RCHO ഗ്രൂപ്പ്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ RC+OR അല്ലേ. അപ്പോൾ നമ്മുടെ കീറ്റോണിൽ 2 R ഗ്രൂപ്പ് വരുന്നുണ്ട്, എന്നാൽ ആൽഡിഹൈഡിൽ ഒറ്റ R ഗ്രൂപ്പേ ഉള്ളൂ. ഓക്കെ, since the alkyl group are electron donating in nature, the carbonyl carbon ketone which is bonded to 2 alkyl group is less positive as compared to the aldehydes in carbonyl carbon. Okay, അതായത് നമ്മുടെ ആൽഡിഹൈഡിലും കീറ്റോണിലൊക്കെ എന്തുണ്ട്, C+O ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ C+O ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഓക്സിജൻ എന്ത് ചെയ്യും, ഈ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ എപ്പോഴും അതിന് നേരെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കാർബൺ എന്തുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ അതിന് നേരെ വലിക്കുമ്പോൾ നമ്മുടെ കാർബണിന് ഇലക്ട്രോൺസിനെ കിട്ടൂല. അപ്പോൾ കാർബണിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് വരും അല്ലേ. എന്നാൽ നമ്മൾ ആൽഡിഹൈഡിനകത്ത് ആദ്യം കീറ്റോൺ നോക്കാം. കീറ്റോണിനകത്ത് ഇപ്പോൾ നമ്മളെ കാർബൺ ഇലക്ട്രോൺസ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അത് ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യാൻ 2 പേരുണ്ട്. ഓക്കെ, R ഗ്രൂപ്പ് പറഞ്ഞാൽ CH3 ഗ്രൂപ്പ് ആവാം, അത് അയൽ ഗ്രൂപ്പൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഈ R ഗ്രൂപ്പ് വരുമ്പോൾ ഈ CH3 ഗ്രൂപ്പൊക്കെ എന്താണ്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ R ഗ്രൂപ്പ്. അപ്പോൾ CH3 ഒക്കെ വരുമ്പോൾ ഓക്കെ, അപ്പോൾ ഈ R ഗ്രൂപ്പ് എന്ത് ചെയ്യും, നമ്മുടെ കാർബണിനോട് പറയും നീ വിഷമിക്കേണ്ട, ഇലക്ട്രോൺസിനെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് 2 പേരും എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പോൾ നമ്മളെ കാർബണിന് പിന്നെ ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി എന്താണ്, കുറവാണോ, അല്ല, ഇലക്ട്രോൺസ് മതിയായ അളവിൽ അതിന് ഇലക്ട്രോൺസിനെ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കാൻ സാധ്യത ഉണ്ടോ. ഇനി അടുത്ത കേസ് നോക്കൂ. അടുത്ത കേസിൽ ആൽഡിഹൈഡിലെ ഈ കാർബൺ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടിട്ട് ഈ കാർബൺ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ ആര് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ R ഗ്രൂപ്പേ ഉള്ളൂ. R ഗ്രൂപ്പിനാണ് ഇലക്ട്രോൺസിന് കൊടുക്കാനുള്ള കഴിവുള്ളത്, ഹൈഡ്രജൻ ഒന്നും ഇല്ല. ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രജനും ഒരു R ഗ്രൂപ്പുമാണ്, അപ്പോൾ ഒറ്റ R ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു R ഗ്രൂപ്പ് മാത്രം ഇലക്ട്രോൺസിനെ കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബണിന് എന്ത് കിട്ടില്ല, മതിയായ അളവിൽ ഇലക്ട്രോൺസ് കിട്ടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. ന്യൂക്ലിയോഫൈൽ പറഞ്ഞാൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ, പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയല്ലേ കാരണം മോർ പോസിറ്റീവ് ചാർജ്, കൂടുതൽ ഇലക്ട്രോൺസിന് ആവശ്യമില്ല ഇവിടെയല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും. അതാണ് ഒന്നാമത്തെ റീസൺ. ഓക്കെ, ഇനി രണ്ടാമത്തെ റീസൺ നോക്കൂ. The 2 alkyl group in the ketones also make the carbonyl carbon more crowded as compared to carbonyl carbon in aldehyde. Okay, നമ്മുടെ ആൽഡിഹൈഡിനകത്ത് ആൽഡിഹൈഡിൽ 2 R ഗ്രൂപ്പ് വരും അല്ലേ. ഈ 2 R ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 ആവാം, വേറെ ഹയർ ആയിട്ടുള്ള ആൽക്കൈൻസ് ഒക്കെ ആവാം അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ക്രൗഡിങ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ CH3 കാണുന്നെങ്കിൽ C എന്ത് ചെയ്യും, 3 H ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ, ടെട്രാഹെഡ്രൽ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ CH3 ആണ് എന്ത് ചെയ്യും, ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ന്യൂക്ലിയോഫൈലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, R ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ അല്ലേ, മറ്റേ ഭാഗത്ത് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയോഫൈലിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലേ ആൽഡിഹൈഡ്സിൽ. അപ്പോൾ ആൽഡിഹൈഡ്സിലാണ് ന്യൂക്ലിയോഫൈൽ പെട്ടെന്ന് റിയാക്ഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് 2 റീസൺസ്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. How do ketones react with Grignard reagents? Write the chemical equation involved. Okay. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കീറ്റോൺസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്താണ്? RMgX. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. RMgX ആണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. മഗ്നീഷ്യം അല്ലേ? മഗ്നീഷ്യം ഹാലജനും അതുപോലെ ഒരു R ഗ്രൂപ്പും കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് നമ്മൾ കീറ്റോൺസുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിനൊരു ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ. വിത്ത് കീറ്റോൺസ് Grignard reagents give tertiary alcohols. ഓക്കെ. ടെർഷ്യറി ആയിട്ടുള്ള ആൽക്കഹോൾസ് ആണ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുക. ഓക്കെ. അപ്പോൾ ടെർഷ്യറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെർഷ്യറി കാർബണിൽ അറ്റാച്ച് ചെയ്ത ആൽക്കഹോൾ ആയിരിക്കും അല്ലേ? ഈ OH അറ്റാച്ച് ചെയ്ത കാർബണിന് ബാക്കി ഫുൾ എന്തായിരിക്കും? 3 കാർബൺ ഗ്രൂപ്പ് കാർബണായിട്ട് അറ്റാച്ച് ചെയ്തതായിരിക്കും അല്ലേ? ഇതിനെയാണ് നമ്മൾ ടെർഷ്യറി കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ. ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. ഇതൊരു എന്താണ്? RMgX. R എന്ന് പറയുന്നത് ഇവിടെ ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് പ്രൊപ്പനോൺ കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ടെർഷ്യറി ആൽക്കഹോൾ ആണ് കിട്ടുന്നത് അല്ലേ? ഇപ്പോൾ ഇവിടെ കീറ്റോണിലെ CH3 C ഡബിൾ ബോണ്ട് O ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? 2 ബോണ്ടായിട്ട് മാറും അല്ലേ? ഒന്നിങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു OH ഗ്രൂപ്പും വരും. ഇവിടെ നമ്മൾ ഈ CH3 CH2 അല്ലേ? CH2 CH3 വരും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ടെർഷ്യറി ആൽക്കഹോൾ കിട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് കീറ്റോൺസ് റിയാക്ട് ചെയ്താൽ നമുക്ക് ടെർഷ്യറി ആൽക്കഹോൾസ് ആണ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Write the chemical equation for Hell-Wahardt-Zelensky reaction. ഓക്കെ. ഈ Hell-Wahardt-Zelensky റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് Hell-Wahardt-Zelensky റിയാക്ഷൻ? Similar to aldehydes and ketones, carboxylic acids undergo halogenation at alpha carbon atom using bromine or chlorine in the presence of phosphorus or phosphorus trihalides. ഓക്കെ. അതായത് നമ്മുടെ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയൊക്കെ പോലെ തന്നെ നമ്മളെ കാർബോക്സിലിക് ആസിഡിലും എന്ത് നടക്കാം? ആൽഫ പൊസിഷനിൽ ഹാലോജിനേഷൻ. ഹാലോജൻസ് വരിക. ഓക്കെ. ആ റിയാക്ഷൻ നടക്കുക എപ്പോഴാണ്? നമ്മളൊരു ആസിഡിനെ എടുത്തിട്ട് ആരായിട്ട് ട്രീറ്റ് ചെയ്യണം? ക്ലോറിനോ ബ്രോമിനോ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫറസ് ഓർ ഫോസ്ഫറസ് ട്രൈഹാലൈഡ്സ്. ഫോസ്ഫറസോ അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെ ട്രൈഹാലൈഡ്സ് PCl3 PBr3 3 ഹാലൈഡ് വരുന്ന ഫോസ്ഫറസ് അല്ലേ? ട്രൈഹാലൈഡ്സോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ആൽഫ പൊസിഷനിൽ ഹാലജൻ വരും. ആൽഫ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു ബ്യൂട്ടനോയിക് ആസിഡ് നോക്കൂ. CH3 CH2 CH2 COOH അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അസിഡിക് ഗ്രൂപ്പ്, അതായത് COOH ആണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കാർബൺ ആണ് ആൽഫ, ഇത് ബീറ്റ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്യൂട്ടനോയിക് ആസിഡ് എടുത്തിട്ട് അതിനെ ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫറസ് അല്ലേ? അപ്പോൾ എന്താണ് അവിടെ? Hell-Wahardt-Zelensky റിയാക്ഷൻ ആണ് നടക്കുക. അതായത് അവിടെ ആൽഫ പൊസിഷനിൽ ഹാലോജൻ വരും. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഹാലോജൻ ബ്രോമിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൽഫ പൊസിഷനിൽ അല്ലേ? CH3 CH2 CH2 COOH അല്ലേ? ഇവിടെ ആൽഫ പൊസിഷൻ പറഞ്ഞാൽ ഇതാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് പകരം അവിടെ എന്ത് വരും? ഒരു ബ്രോമിൻ വരും. പകരം നമ്മളിവിടെ ക്ലോറിൻ ആണ് എടുത്തെങ്കിൽ അവിടെ ആര് വരും? ക്ലോറിൻ വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് 2-ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ്. അതാണ് നമുക്ക് ഇതിൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ. നോക്കൂ.
വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് വിൽ ബി ദ മോസ്റ്റ് അസിഡിക് ആൻഡ് വൈ? ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് മോർ അസിഡിക് ആയിട്ടുള്ളത്, എന്തുകൊണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ബ്യൂട്ടനോയിക് ആസിഡ്, 2-chlorobutanoic acid, 3-chlorobutanoic acid, 4-chlorobutanoic acid. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ബ്യൂട്ടനോയിക് ആസിഡ്, 2-chlorobutanoic acid, 3-chlorobutanoic acid ആൻഡ് 4-chlorobutanoic acid. ഇതിൽ ഏതാണ് മോർ അസിഡിക് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അസിഡിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം H+, അല്ലേ? നമ്മളൊരു ആസിഡ് മോർ അസിഡിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇവിടെ CH3, ഒരു ആസിഡ് മോർ അസിഡിക് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CH3, CH2, COOH, അല്ലേ? അല്ലേ വേണ്ട, നമുക്ക് ഈ COOHനെ ഒന്നുകൂടി C+OH, ഇങ്ങനെയാണ് നമ്മുടെ ആസിഡിൻ്റെ സ്ട്രക്ചർ, COOH എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ H+നെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്, സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് എന്തായിട്ട് മാറും? CH3, CH2, C+OO-ഉം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് O- H+ ആയിട്ട് മാറും. ഓക്കെ, H+നെ വിട്ടുകൊടുത്തു, O- ആയിട്ട് മാറും. അപ്പോൾ മോർ അസിഡിക് ആയിട്ടുള്ള ആൾക്കാർ, നല്ല ആസിഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് H+നെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്, പെട്ടെന്ന് H+നെ വിട്ടുകൊടുത്തിട്ട് CO- ആയി മാറുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്ട്രോങ് ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് H+നെ വിട്ടുകൊടുക്കണം. അപ്പോൾ ആരാണ് ഈ പെട്ടെന്ന് H+നെ വിട്ടുകൊടുക്കുക? പെട്ടെന്ന് H+നെ വിട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സ്റ്റെബിലിറ്റി കിട്ടണം, അല്ലേ? H+നെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്ന സാധനത്തിന് എന്ത് വേണം? സ്റ്റെബിലിറ്റി വേണം, അല്ലേ? അപ്പോൾ നമ്മൾ മുമ്പിരുന്ന അവസ്ഥേനെക്കാട്ടിലും സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? H+നെ വിട്ടുകൊടുത്തിട്ട് സ്റ്റെബിലിറ്റി കൂടുതലായിട്ടുള്ള സ്റ്റേറ്റിലോട്ട് പോകും, അല്ലേ? എന്നാൽ നമ്മൾ നേരത്തെ ഇരുന്നതിനെക്കാട്ടിലും സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ H+നെ എന്ത് ചെയ്യും? പിടിച്ചിരിക്കും, അല്ലേ? H+നെ കൊടുത്താൽ നമ്മൾ സ്റ്റെബിലിറ്റി കുറയുമെങ്കിൽ നമ്മൾ H+നെ എന്ത് ചെയ്യില്ല? വിട്ട് കൊടുക്കില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാർ എന്താണ്? വീക്ക് ആസിഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആസിഡ്സ് പെട്ടെന്ന് H+നെ വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റെബിലിറ്റി കിട്ടുക? സ്റ്റെബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധനം, അല്ലേ? ഈ H+ പോയാൽ ബാക്കിയുള്ള ഈ അയോണിൻ്റെ സ്റ്റെബിലിറ്റി, അല്ലേ? അതിനനുസരിച്ചാണ് നമ്മൾ അസിഡിറ്റി എന്ന് പറഞ്ഞു, അല്ലേ? CO-, ഈ CO- സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആസിഡ് എന്ത് ചെയ്യും? CO-, അതായത് ഇങ്ങനത്തെ ഒരു ആനയോളും H+ ആയിട്ട് മാറും. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ചാർജില്ലേ, ചാർജിനെ ഇങ്ങനെ ഡീലോക്കലൈസേഷൻ നടക്കണം. ചാർജ് ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നിന്നാൽ അവരെന്തല്ല? സ്റ്റേബിൾ അല്ല. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങനെ ഇങ്ങോട്ട് പുള്ള് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താണ്? അയോണ്, നെഗറ്റീവ് ചാർജുള്ള ഈ ഒരു അയോൺ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും, അല്ലേ? ഈ ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. നെഗറ്റീവിനെ ആരെങ്കിലും വലിക്കാണ്ടെങ്കിൽ അപ്പോൾ അതിനാര് വരണം? ഇലക്ട്രോൺ വിഡ്രോവിങ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് വരണം. ഇലക്ട്രോൺ വിഡ്രോവിങ് പറഞ്ഞാൽ അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ക്ലോറിനൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടെ ഒരു ക്ലോറിൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഈ ക്ലോറിന് വലിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യൂല? അക്കുമുലേറ്റ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോറിന് എന്താണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും, അല്ലേ? -I ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? വലിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ മോളിക്യൂൾ നോക്കൂ, മോളിക്യൂളിൽ ഏതാണ്? ബ്യൂട്ടനോയിക് ആസിഡ് ഉണ്ട്, അല്ലേ? ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3, CH2, CH2, COOH, അല്ലേ? COOH. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്? 2-chlorobutanoic ആസിഡ്, CH3, CH2, CHCl, COOH, 2-chlorobutanoic ആസിഡ്. പിന്നെ 3-chlorobutanoic ആസിഡ്, അല്ലേ? CH3, CH2, ഇവിടെ ഒരു Cl, CHCl, CH2, COOH. പിന്നെ 4-chlorobutanoic ആസിഡ്, അതായത് CH2, ഇവിടെ ഒരു Cl, CH2, CH2, COOH. ഓക്കെ, അപ്പോൾ
ഇവിടെയൊക്കെ H+ പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ CO- അല്ലേ? ഇവിടെ CO- H+ പോയി, ഇവിടെ CO-, ഇവിടെ CO-. ഇനി CO- അല്ലേ? ഈ ഒരു ആനയോണ് ഏതിലാണോ സ്റ്റേബിൾ ആയിട്ടുള്ളത് അതാണ് നമ്മുടെ സ്റ്റേബിൾ മോർ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പ് വരണം. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രോൺ ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതിനെ വലിച്ചെടുക്കാൻ ആരുമില്ല. ഇവിടെ ക്ലോറിൻ ആറ്റം ഉണ്ട് അല്ലേ? തൊട്ടടുത്ത പൊസിഷനിൽ തന്നെ ക്ലോറിൻ ഉണ്ടായതുകൊണ്ട് ആ ഇലക്ട്രോൺസിനെ ഇങ്ങനെ വലിച്ചെടുക്കൂലേ, ഇൻഡക്റ്റീവ് എഫക്റ്റ്. പിന്നെ ഉള്ളത് എന്താണ്? 3 ക്ലോറോ ആകുമ്പോൾ എന്താണ്? തൊട്ടടുത്തല്ല, ക്ലോറിൻ കുറച്ചും കൂടി ദൂരത്താണ്. അപ്പോൾ ഈ ക്ലോറിൻ ഇലക്ട്രോൺസിനെ ഈ സെക്കൻഡ് പൊസിഷനിൽ ഇരുന്ന ക്ലോറിൻ വലിക്കാൻ കഴിയൂല അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇലക്ട്രോൺസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കൂലേ, ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷന് വല്ലാതെ പോവില്ല. എന്നാൽ 4 ക്ലോറോ എന്നൊക്കെ പറയുമ്പോൾ ഈ ക്ലോറിൻ ആറ്റം ഈ നെഗറ്റീവ് ചാർജിൽ നിന്ന് കുറേ ദൂരത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജിനെ വല്ലാതെ അങ്ങോട്ട് പുള്ള് ചെയ്യാൻ കഴിയില്ല അല്ലേ? അപ്പോൾ നമ്മുടെ മോർ സ്റ്റേബിൾ ഏതായിരിക്കും? 2 ക്ലോറോ വരുമ്പോഴല്ലേ? അപ്പോൾ 2 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ് എന്തായിരിക്കും? ഇതായിരിക്കും മോർ സ്റ്റേബിൾ. അതുകൊണ്ട് എന്ത് ചെയ്യും? 2 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ് പെട്ടെന്ന് തന്നെ H+ വിട്ടുകൊടുത്തിട്ട് H+ അതുപോലെ തന്നെ ഈ ആനിയോണുമായിട്ട് മാറും. പിന്നെ അടുത്തത് ആരായിരിക്കും? 3 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്. പിന്നെ വരുന്നത് 4 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്. എന്നിട്ടായിരിക്കും നമ്മുടെ ബ്യൂട്ടനോയിക് ആസിഡ് വരുന്നത്. കാരണം അതിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന, അതായത് ഇലക്ട്രോൺസിനെ പുള്ള് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ സിൻസ് ദ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഗ്രൂപ്പ് അല്ലേ? ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് 2 ക്ലോറോന്ന് 3 ആവുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയും. പിന്നെ 4 ആവുമ്പോൾ വീണ്ടും ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാനുള്ള കഴിവ് കുറയും അല്ലേ? So in the carbon chain 2 chlorobutanoic acid is more acidic than 3 chlorobutanoic acid. Okay, which in turn more acidic than 4 chlorobutanoic acid. അപ്പോൾ കൂടുതൽ ഏതാണ്? നമ്മുടെ 2 chlorobutanoic acid ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ടോളറൻസ് ടെസ്റ്റ്? റൈറ്റ് ഇറ്റ്സ് കെമിക്കൽ ഇക്വേഷൻ. എന്താണ് ടോളറൻസ് ടെസ്റ്റ്? അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അപ്പോൾ എന്താണ് ടോളറൻസ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, അതിനെ രണ്ടിനെയും വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ടോളറൻസ് ടെസ്റ്റ്. ആൽഡിഹൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് ടോളറൻറ്റ് റിയേജൻറ്റ് ഫോം സിൽവർ മിറർ. ഓക്കെ, അതായത് നമ്മുടെ ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറയുന്നത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് അല്ലേ? ഇതാണ് AgNH3 ട്വൈസ്, AgNH3 ട്വൈസ് പ്ലസ്. ഓക്കെ, ഇതാണ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. ഇതാണ് ടോളറൻസ് റിയേജൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു കോമ്പൗണ്ട് തരും, അത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ടോളറൻസ് റിയേജൻറ്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ടോളറൻസ് റിയേജൻറ്റ് ആഡ് ചെയ്ത് നമ്മൾ അതിനൊന്ന് വാം ചെയ്ത് കഴിഞ്ഞാൽ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? സിൽവർ മിറർ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആണ്. സിൽവർ മിറർ ഫോം ചെയ്യുന്നില്ല എങ്കിൽ അത് കീറ്റോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ സിൽവർ മിറർ ഫോം ചെയ്യും. ആരായിട്ട് ഫോം ചെയ്യുള്ളൂ? ആൽഡിഹൈഡും അതുപോലെ നമ്മളെ ടോളറൻസ് റിയേജൻറ്റും റിയാക്ട് ചെയ്താൽ മാത്രമേ അവിടെ സിൽവർ മിറർ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ നോക്കൂ, അതിനൊരു കെമിക്കൽ ഇക്വേഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽഡിഹൈഡ് അല്ലേ, RC≡OH. ആൽഡിഹൈഡ് നമ്മുടെ ടോളറൻസ് റിയേജൻ്റ് ആയിട്ടുള്ള അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് AgNH3 ട്വൈസ് പ്ലസ് അല്ലേ, അതായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? RCO- Ag അല്ലേ? അവിടെ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വാൾസിൽ പോയി സിൽവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതൊരു സിൽവർ മിറർ പോലെ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഈ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണമാണ് ഇങ്ങനെ സിൽവർ മിറർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ടോളറൻസ് ടെസ്റ്റ്. ഓക്കെ, യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. വെൻ ടോളറൻസ് റിയേജൻറ്റ് ആഡഡ് ടു ആൽഡിഹൈഡ്സ് സിൽവർ മിറർ ഫോംസ്. ദെൻ അതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഹൗ ക്യാൻ യു കൺവേർട്ട്
സി ഡബിൾ ബോണ്ട് ഓ ഗ്രൂപ്പ് ഇൻറ്റു CH2 ഗ്രൂപ്പ്. ഒരു കാർബണൈൽ ഗ്രൂപ്പിനെ എങ്ങനെയാണ് നമ്മൾ CH2 ആക്കി മാറ്റുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കാർബണൈൽ കോമ്പൗണ്ട്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഒരു കീറ്റോൺ അല്ലേ, കീറ്റോൺ ആണ് എടുത്തിട്ടുള്ളത്. കീറ്റോണ് നമ്മൾ ഹൈഡ്രസീൻ അല്ലേ, ഹൈഡ്രസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഹൈഡ്രസീൻ NH2 ഇതിനെ നമ്മൾ ഹൈഡ്രസീൻ എന്നാണ് വിളിക്കുക. ഓക്കെ, NH2 ഇപ്പോൾ NH2 ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലൈൻ മീഡിയം, അപ്പോൾ OH മൈനസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈഥൈൽ ബെൻസീനായിട്ട് മാറും. അതായത് ഈ C ഡബിൾ ബോണ്ട് O എന്തായിട്ട് മാറി? റിഡക്ഷൻ നടന്നിട്ട് അവിടെ എന്തായി മാറി? ഓക്സിജനെ മാറ്റിയിട്ട് അവിടെ CH2 ഗ്രൂപ്പ് വന്നു അല്ലേ? അതായിരുന്നല്ലോ നമ്മളെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ ഒരു റിഡക്ഷനെ പറയുന്ന പേരാണ് എന്താണ്? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തത് NH2 ഇൻ ദ പ്രസൻസ് ഓഫ് OH മൈനസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിഡക്ഷൻ ആണ് ക്ലെമൻസൺ റിഡക്ഷൻ. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എന്താണ്? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ വഴി NH2 ദ പ്രസൻസ് ഓഫ് ആൽക്കലൈൻ മീഡിയം നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അസിഡിക് മീഡിയത്തിൽ സിങ്ക് അമാൽഗം ഇൻ ദ പ്രസൻസ് ഓഫ് HClഉം സിങ്ക് അമാൽഗവും വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതുപോലെ ഈ CHO എന്തായിട്ട് മാറും? CH3 ആയിട്ട് മാറും. CHO ഗ്രൂപ്പ് ഇവിടെ CH3 ഗ്രൂപ്പായിട്ട് മാറി. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. ഒന്ന് വോൾഫ് കിഷ്ണർ റിഡക്ഷനും രണ്ടാമത്തത് ക്ലെമൻസൺ റിഡക്ഷനും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 42ഉം 43ഉം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.